നമസ്കാരം, ഞാൻ ഷംസുദ്ദീൻ കുന്നത്ത്. ജീവിത വിജയത്തിന് സഹായിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോകളിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ വർഷം നമ്മളിലേക്ക് കടന്നു വരികയാണ്, 2025. ആ വരുന്ന വർഷം നമ്മുടെ ഭാഗ്യവർഷമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളുമായി നമുക്ക് ഇന്നു മുതൽ തന്നെ മുന്നോട്ട് പോകാം. 2025 നമ്മുടെ ഭാഗ്യവർഷമായിരിക്കും എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു പരിഹാസത്തിന്റെ സ്വരമൊക്കെ വന്നേക്കാം. അത് നമുക്ക് ഭാഗ്യത്തെക്കുറിച്ചുള്ള ഒരു ധാരണ ഇല്ലാത്തത് കൊണ്ടാണ്. ഭാഗ്യം എന്നത് വെറുതെ ഇരിക്കുന്നവന് ലഭിക്കുന്ന ഒന്നല്ല, കഠിനാധ്വാനത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും ഒക്കെ ഫലമായിട്ടാണ് ഭാഗ്യം നമ്മളിലേക്ക് കടന്നു വരുന്നത്. ഭാഗ്യമുള്ള ആളുകളെ കുറിച്ച്, ഒരുപാട് വിജയിച്ച് നിൽക്കുന്ന ആളുകളെ കുറിച്ച് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് എത്ര ഭാഗ്യവാന്മാരാണ് എന്ന്. അവരുടെ ഉറക്കമില്ലാത്ത രാത്രികളും കഠിനാധ്വാനവും സഹനവും ഒക്കെ അവരോട് ചോദിച്ചാൽ മാത്രമേ അറിയൂ. ആ കഠിനാധ്വാനത്തിന്റെയും സഹനത്തിന്റെയും പ്രതീക്ഷയുടെയും ഒക്കെ ഫലമായിട്ടാണ് അവർക്ക് ഭാഗ്യം വന്നു ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് വരാനിരിക്കുന്ന 2025 നമ്മുടെ എല്ലാവരുടെയും ഒരു ഭാഗ്യവർഷമാക്കി മാറ്റാൻ, നമ്മുടെ ഡ്രീമുകൾ അച്ചീവ് ചെയ്യുന്ന, നമുക്ക് സമാധാനം നൽകുന്ന, സന്തോഷം നൽകുന്ന ഒരു വർഷമാക്കി മാറ്റാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന കുറച്ചു കാര്യങ്ങളാണ് നാം ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സമയം കളയാതെ നേരെ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമതായി നാം പറയുന്നത് ഡെവലപ്പ് സെൽഫ് അവയർനെസ് ആൻഡ് സെൽഫ് അക്സെപ്റ്റൻസ്. നാം ഇന്നു മുതൽ തുടങ്ങാനിരിക്കുന്ന ഈ യാത്രയിൽ ഇന്ന് നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ അവസ്ഥ എന്താണ്, ഏത് സാഹചര്യത്തിലാണ് നമുക്കുള്ളത്, എന്തൊക്കെ വീക്ക്നെസ്സുകളാണ് നമുക്കുള്ളത്, എന്തൊക്കെ സ്ട്രെങ്ത്തുകളാണ് നമുക്കുള്ളത്, എന്തൊക്കെ നെഗറ്റീവുകൾ ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ, എന്തെല്ലാം പോസിറ്റീവുകൾ ഉണ്ട്, നമ്മൾ ഒഴിവാക്കേണ്ട നമ്മുടെ ചീത്ത സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്, നാം കൂടുതൽ സ്വീകരിക്കേണ്ട നല്ല സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് എന്ന രീതിയിലുള്ള ഒരു അവയർനെസ്, നമ്മളെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ നാം സൃഷ്ടിക്കുകയും, ഇനി അഥവാ നമുക്ക് ഒരുപാട് കുറവുകളുണ്ട്, ശാരീരികമായ പരിമിതികളുണ്ട് എങ്കിൽ, സാമ്പത്തികമായ പരിമിതികളുണ്ട് എങ്കിൽ, വിദ്യാഭ്യാസത്തിന്റെ പരിമിതി ഉണ്ട് എങ്കിൽ, പ്രായത്തിന്റെ പരിമിതി ഉണ്ട് എങ്കിൽ, അതെല്ലാം നാം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അതിനെയൊക്കെ മറികടക്കാൻ കഴിയുന്ന എല്ലാറ്റിനെയും നല്ല രീതിയിൽ ശ്രദ്ധയോടെ പരിഹരിച്ചുകൊണ്ട് മറികടക്കുകയും, ബാക്കിയുള്ളതിനെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊക്കെയാണ് എന്ന ഒരു ധാരണയോടുകൂടി നാം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുക. രണ്ടാമത്തെ കാര്യം, ബിൽഡ് എ റെസിലിയൻസ് ആൻഡ് ലേൺ ഫ്രം ഫീഡ്ബാക്ക്. നമ്മുടെ ജീവിതം എന്നത് അൺപ്രഡിക്റ്റബിൾ ആണ്. നമുക്ക് നേരത്തെ ഡിസൈൻ ചെയ്ത്, നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച് പോകാൻ കഴിഞ്ഞെന്ന് വരില്ല. നമ്മുടെ സ്ക്രിപ്റ്റിനെ നമുക്ക് രചിക്കാൻ കഴിയും, പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിലും സാഹചര്യങ്ങളുടെ പ്രശ്നത്തിലുമൊക്കെ ഇടയ്ക്കൊക്കെ അപ്രതീക്ഷിതമായി പലതും സംഭവിച്ചേക്കാം. ആ സമയത്തൊക്കെ സമചിത്തതയോടുകൂടി ആ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങളെ നാം അഡാപ്റ്റ് ചെയ്യുകയും അതനുസരിച്ച് ആ പ്രശ്നത്തെ മറികടക്കാൻ ശ്രമിക്കാനും കഴിയുന്ന രീതിയിൽ നമ്മുടെ മൈൻഡ് സെറ്റിനെ, നമ്മുടെ സ്വഭാവത്തെ, അതിനെയൊക്കെ തരണം ചെയ്യാനുള്ള ഒരു മനക്കരുത്തിനെ നമ്മൾ നേടിയെടുക്കണം. അതോടൊപ്പം ലേൺ ഫ്രം ഫെയിലിയേഴ്സ്. നമ്മുടെ പരാജയങ്ങൾ, നാം മുന്നോട്ട് പോകുമ്പോൾ, നാം ഒരു പുതിയ കാര്യം ചെയ്യുമ്പോൾ, ഒരുപക്ഷെ നേരത്തെ നമുക്കത് പരിചയമില്ലാത്തത് കൊണ്ടോ നമ്മുടെ അറിവിന്റെ കുറവ് കൊണ്ടോ ഒക്കെ ഒരുപക്ഷെ പരാജയങ്ങൾ നമ്മുടെ മുന്നിൽ വന്നേക്കാം. ആ സമയത്ത് നാം പരാജയങ്ങളുടെ ഫീഡ്ബാക്ക് എടുത്തുകൊണ്ട്, അതിനൊരു ഫീഡ്ബാക്ക് എടുക്കാനുള്ള അവസരമായി മാത്രം കണ്ടുകൊണ്ട് നാം പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. മൂന്നാമത്തെ കാര്യം, കൾട്ടിവേറ്റ് എ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആൻഡ് ഫോക്കസ് ഓൺ യുവർ പ്രോഗ്രസ്. ഒരു വിജയിയുടെ മനോഭാവത്തെ, ഒരു ആറ്റിറ്റ്യൂഡിനെ നാം നേടിയെടുക്കുക. ഒരു നല്ല മൈൻഡ് സെറ്റ് നാം രൂപീകരിക്കുക. ദിവസവും വളരുന്നവന്റെ ഒരു മൈൻഡ് സെറ്റ് നാം രൂപീകരിച്ചെടുക്കണം. അതോടൊപ്പം ഫോക്കസ് ഓൺ പ്രോഗ്രസ്. നമ്മുടെ മുഴുവൻ ഫോക്കസും ലക്ഷ്യവും ദിവസവുമുള്ള നമ്മുടെ പ്രോഗ്രസ്സിലായിരിക്കണം. ഇന്നലെയുള്ള ഞാനല്ല ഇന്ന്. അതുകൊണ്ട് തന്നെ ഇന്നലെയിൽ നിന്ന് ഞാൻ എത്ര ഇന്ന് മെച്ചപ്പെട്ടു എന്ന് നാം കൃത്യമായ ഒരു കണക്കെടുപ്പ് നടത്തണം. ഓരോ ദിവസവും കണക്ക് കൂട്ടിക്കൊണ്ട്, കൃത്യമായി അവലോകനം നടത്തിക്കൊണ്ട്, ഓഡിറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം നാം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങേണ്ടത്, നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടത്. അങ്ങനെ ഓരോ പ്രോഗ്രസ്സുകളെയും നാം അതിൽ ഫോക്കസ് ചെയ്യുകയും അതിനെ നമ്മൾ ആഘോഷമാക്കുകയും ചെയ്യുക. ഓരോ നമ്മുടെ ചെറിയ ചെറിയ അച്ചീവ്മെന്റുകളെ നാം സെലിബ്രേറ്റ് ചെയ്യുക. നാലാമത്തെ കാര്യം, പ്രാക്ടീസ് സെൽഫ് കെയർ ആൻഡ് പ്രയോറിറ്റൈസ് യുവർ വെൽ ബീയിങ്.
ആരോഗ്യ കാര്യത്തിൽ നമ്മുടെ ശാരീരികമായ ആരോഗ്യം, മാനസികമായിട്ടുള്ള ആരോഗ്യം, നമ്മുടെ വെൽബീയിങ്, നല്ല രീതിയിലുള്ള ജീവിതം, ഇതിനെ നമ്മൾ കൃത്യമായി ഫോക്കസ് ചെയ്യണം. അതിന് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നും നമ്മളെക്കുറിച്ചുള്ള ഒരു ധാരണ, നാം ഇങ്ങനെയായിരിക്കണം, എൻ്റെ ആരോഗ്യസ്ഥിതി ഇന്നതായിരിക്കണം, എനിക്ക് ആരോഗ്യകരമായി ഇന്ന പ്രശ്നങ്ങളുണ്ട്, അതിന് ഞാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് അതിനെ പരിഹരിക്കും. എൻ്റെ ശാരീരിക ആരോഗ്യത്തോടൊപ്പം മാനസികമായിട്ടുള്ള എൻ്റെ ആരോഗ്യത്തിന് വേണ്ട കാര്യങ്ങളെ ഞാൻ ചെയ്യും. ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നാം വിചാരിക്കാത്ത ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പിരിമുറുക്കവും ടെൻഷനും എല്ലാം നമുക്കുണ്ടാകാം. പക്ഷെ അതിനെയൊക്കെ നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിലുള്ള നടപടികൾ നാം സ്വീകരിക്കണം. ഇത് സെൽഫായിക്കൊണ്ട് തന്നെ നമുക്ക് തന്നെ നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് നമ്മുടെ 1, 2, 3 മിനിറ്റുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള മെഡിറ്റേഷൻ ടെക്നിക്കുകൾ, ഹിപ്നോതെറാപ്പി തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ, അതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് നാം സ്വീകരിക്കുക. അങ്ങനെ നമ്മുടെ വെൽബീയിങ്ങിനെ, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ താല്പര്യങ്ങൾ എന്തൊക്കെയാണ്, ഏത് തരത്തിലുള്ള കാര്യം ചെയ്യുമ്പോഴാണ് നമുക്ക് സന്തോഷം കിട്ടുക, അത്തരം കാര്യങ്ങളിൽ കൂടുതലായി നാം മുഴുകുക. അങ്ങനെ നമ്മുടെ വെൽബീയിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ജീവിതം നാം ചിട്ടപ്പെടുത്തിയെടുക്കുക. 5ാമത്തെ കാര്യം, ഡെവലപ്പ് എ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആൻഡ് ഫോക്കസ് ഓൺ ഗ്രാറ്റിറ്റ്യൂഡ്. പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് നാം കരഗതമാക്കുക. എല്ലാ വിഷയത്തിൻ്റെയും പോസിറ്റീവ് വശങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ നൽകിക്കൊണ്ട് അത് ഏതൊക്കെയാണ് എന്ന് നാം പരിശോധിച്ചുകൊണ്ട് എല്ലാ വിഷയങ്ങളിലും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണുന്ന ഒരു മൈൻഡ് നാം സ്വായത്തമാക്കുക. നമുക്കറിയാം, എത്ര വലിയ അപകടങ്ങൾ സംഭവിച്ചാൽ പോലും അതിൽ നിന്ന് പോസിറ്റീവിനെ കണ്ടെത്തുന്ന കുറേ ആളുകളുണ്ട്. അത്തരം ആളുകളുടെ ഒരു മൈൻഡ് സെറ്റ് നാം രൂപീകരിച്ചെടുക്കുക. അതിനാവശ്യമായിട്ടുള്ള അഫർമേഷൻ പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ഡെയിലി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ കഴിയും. ഫോക്കസ് ഓൺ ഗ്രാറ്റിറ്റ്യൂഡ്. നമുക്ക് ഈ പ്രപഞ്ചമോ ഈ ദൈവമോ നമ്മൾ എങ്ങനെ വിശ്വസിക്കുന്നോ അവിടെ നിന്നും നമ്മളെ സൃഷ്ടിച്ച് ഈ ഭൂലോകത്തേക്ക് അയച്ചതിന് ശേഷം നമ്മുടെ ഇത്ര കാലത്തെ ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് ലഭിച്ചത്. നാം കഴിഞ്ഞ ഒരു വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന രീതിയിലല്ല നാം ഇപ്പോൾ ഉള്ളത്. നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ, ഒരുപാട് വളർച്ചകൾ, ഒരുപാട് എക്സ്പീരിയൻസ് എല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനെല്ലാം കൃത്യമായി നോട്ട് ചെയ്തുകൊണ്ട് അതിനൊക്കെ പ്രപഞ്ചത്തിനോട്, ദൈവത്തിനോട് നാം കൃത്യമായി നന്ദി പറയുക. ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ഒരു ശീലമാക്കുക. അങ്ങനെ എല്ലാറ്റിനും നമുക്ക് കണ്ണ് നൽകിയതിന്, കാത് നൽകിയതിന്, സംസാരിക്കാൻ ശബ്ദം നൽകിയതിന്, ഇത്രയും കാലം ജീവിക്കാൻ അവസരം നൽകിയതിന്, ഒരുപാട് അച്ചീവുകൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായതിന്, ഒരുപാട് പരീക്ഷകൾ നമ്മൾ ജയിച്ചതിന്, നാം പഠിച്ചെടുത്ത കാര്യങ്ങളെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ആളുകൾക്കിടയിൽ മനോഹരമായ രീതിയിൽ ജീവിക്കാൻ കഴിഞ്ഞതിന്, നമ്മൾക്ക് ഇത്രയും നാൾ ഭക്ഷണം ലഭിച്ചതിന്, ഉറങ്ങാൻ കഴിഞ്ഞതിന്, ശ്വസിക്കാനുള്ള ഓക്സിജൻ ലഭിച്ചതിന്, അങ്ങനെ ഒരു 1000കണക്കിന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അതിനെല്ലാം നോട്ട് ചെയ്തുകൊണ്ട് അതിന് നന്ദി പറയുന്ന ഒരു ശീലം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. 6ാമത്തെ കാര്യം, ബിൽഡ് എ സപ്പോർട്ടീവ് നെറ്റ്വർക്ക് ആൻഡ് സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പോസിറ്റിവിറ്റി. വ്യക്തിപരമായി നമ്മളെ സഹായിക്കുന്ന, വ്യക്തിപരമായി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, വ്യക്തിപരമായി നമുക്ക് സന്തോഷം നൽകുന്ന, നമുക്ക് പ്രചോദനം നൽകുന്ന ഒരു നല്ല നെറ്റ്വർക്ക് നാം രൂപീകരിക്കുക. നാം ഒരു ലക്ഷ്യത്തിലേക്ക്, നമുക്കൊരു ലക്ഷ്യമുണ്ടാകും. എനിക്ക് ഇന്നതാവണം, അല്ലെങ്കിൽ ഇന്നത് എനിക്ക് കരഗതമാക്കണം, ഇന്നത് കരഗതമാക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് ഉള്ള യാത്രയിൽ നമ്മളെ സഹായിക്കുന്ന ഒരു നല്ല റിലേഷൻഷിപ്പിന്റെ ഒരു നെറ്റ്വർക്ക് നാം രൂപീകരിച്ച് കൊണ്ടുവരിക. അതോടൊപ്പം പോസിറ്റീവായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നാം അറിഞ്ഞുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുക. നമ്മുടെ സമാധാനത്തെ കെടുത്തുന്ന, ചിരിയെ കെടുത്തുന്ന, സന്തോഷത്തെ കെടുത്തുന്ന എന്തെങ്കിലും ഉണ്ട് എങ്കിൽ, ഏതെങ്കിലും വ്യക്തികളോ ഏതെങ്കിലും വസ്തുക്കളോ ഏതെങ്കിലും സാഹചര്യങ്ങളോ ഉണ്ട് എങ്കിൽ അതിനെ നാം മാറ്റാനും പകരം പോസിറ്റീവായി നമുക്ക് പ്രചോദനം നൽകുന്ന, സമാധാനം നൽകുന്ന, സന്തോഷം നൽകുന്ന, വളർച്ച നൽകുന്ന, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങാനുള്ള സഹായങ്ങൾ നൽകുന്ന അത്തരത്തിലുള്ള വ്യക്തികളെയും സാഹചര്യങ്ങളെയും വസ്തുക്കളെയും നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്തായി നിറച്ചു വെക്കുക. 7ാമത്തെ കാര്യം, ടേക്ക് കൺസിസ്റ്റന്റ് ആക്ഷൻ
ടുവാർഡ്സ് യുവർ ഗോൾസ് ആൻഡ് ഡ്രീംസ്. നമ്മുടെ ലക്ഷ്യങ്ങൾ, നമ്മുടെ സ്വപ്നങ്ങൾ, അതിലേക്കുള്ള യാത്രയിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൺസിസ്റ്റന്റ് ആയി നാം ചെയ്തുകൊണ്ടിരിക്കുക, നിരന്തരമായി അതിനെ ഒരു നിരന്തരമായ തരം കാര്യങ്ങളെ ടൈം ബോണ്ട് ആയിക്കൊണ്ട് ചെറിയ ചെറിയ ലക്ഷ്യങ്ങളാക്കി ഡിവൈഡ് ചെയ്തുകൊണ്ട് അതിനെ നമ്മൾ ഫോക്കസ് ആയി കൺസിസ്റ്റന്റ് ആയുള്ള ആക്ഷൻ നമുക്കുണ്ടായിരിക്കണം. അത് തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്കുണ്ടായിരിക്കണം. ഈ ഒരു മൈൻഡ് സെറ്റിലേക്ക് നാം രൂപപ്പെട്ടു വന്നാൽ, ഈ 7 കാര്യങ്ങൾ അടങ്ങുന്ന ഒരു മൈൻഡ് സെറ്റിലേക്ക് നാം രൂപപ്പെട്ടു വന്നാൽ നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര എളുപ്പമായിരിക്കുമെന്ന് മാത്രമല്ല, ആ യാത്രയുടെ ആ ലക്ഷ്യത്തെ സഫലീകരിക്കലായിരിക്കും ഈ യാത്രയുടെ ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ 7 കാര്യങ്ങളെ, വളരെ നിസ്സാരമായിട്ടുള്ള ഈ 7 കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും അതിനുവേണ്ടി നിരന്തരമായി അതിനാവശ്യമായിട്ടുള്ള നിരന്തരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നാം മുന്നോട്ട് പോകുകയാണ് എങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ തന്നെ നമ്മുടെ മൈൻഡ് സെറ്റിനെയും നമ്മുടെ ആറ്റിറ്റ്യൂഡിനെയും നമ്മുടെ പ്രവർത്തനത്തെയും ഒക്കെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക്, നമ്മുടെ ഡ്രീമിലേക്ക് ഫോക്കസ് ചെയ്യാൻ നമുക്ക് കഴിയും. അങ്ങനെ 2025 എന്നത് നമ്മുടെ ഭാഗ്യവർഷമാക്കി മാറ്റാൻ നമുക്ക് കഴിയും. അതിന് നമുക്ക് കഴിയട്ടെ തുടർച്ചയായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാനും പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും ഒക്കെ നമുക്ക് കഴിയട്ടെ. അതിലൂടെ 2025 നമ്മുടെ എല്ലാവരുടെയും ഭാഗ്യവർഷമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട് 2025 മനോഹരമാക്കാൻ കഴിയുന്ന രീതിയിലുള്ള മറ്റു കാര്യങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.